രേഷ്മയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അത് നമ്മൾ വേസ്റ്റൊക്കെ കളയുന്ന ഇതുപോലത്തെ ഉള്ള സോപ്പിൻ്റെ കവർ, അതുപോലെ തന്നെ സേമിയ പാക്കറ്റില്ലേ അതുപോലത്തെ അതിൻ്റെ കവറുകൾ, പിന്നെ ബിസ്ക്കറ്റ്, നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി അതുപോലത്തെ ഉള്ള രീതിയിലുള്ള ബിസ്ക്കറ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവർ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതുണ്ട് ഇതുപോലത്തെ ഈ ഒരു ചെറിയൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പം വരുന്ന ഒരു ഈ ഒരു തിന്നായിട്ടുള്ള ഒരു കവർ കട്ടി പേപ്പറാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഇതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതിൽ ഒരു ലീഫിൻ്റെ ഒരു ആകൃതിയിൽ ലീഫിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് വെട്ടി കൊടുക്കണം. അപ്പോൾ ഇതുണ്ട് നമുക്ക് ഈ ഒരു ഇതുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത് ഒരു സിക്സ് ആക്ക് പോലെ വരുന്ന രീതിയിൽ ഞാൻ പൊളിഞ്ഞതെന്ന് പറയാം. ഒരു ഷേപ്പില്ലാത്ത ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ സിക്സ് ആക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു ക്രാഫ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡൊക്കെ സെറ്റാക്കി നമ്മൾ എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ നമുക്ക് കുറേ എണ്ണം വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ ഇലകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗ്രീൻ പെയിൻറ്റ് സാപ്പ് ഗ്രീനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡാർക്ക് ഗ്രീനോ എന്ത് ഗ്രീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഡാർക്ക് ഗ്രീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബ്രഷിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അത് തുടയ്ക്കാതെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ലൈറ്റ് ഗ്രീൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഡാർക്കൺ ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈറ്റ് ഗ്രീൻ വരുന്ന ലീഫും ഉണ്ട് കേട്ടോ ആ ഒരു പ്ലാന്റിൽ. അപ്പം ഞാൻ ഈ ഒരു പ്ലാന്റ് നമ്മൾ ആമസോണിൽ നോക്കിയപ്പം 250-200 ആ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു വിചാരിച്ചു ഇതുപോലത്തെ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാം. ഇതാകുമ്പം കേടാകത്തുമില്ല, നനയ്ക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അപ്പം ഞാനിതുണ്ട് ഈ ഒരു രീതിയിൽ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഇതിന് കുറച്ച് വെയിൻസൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സൈഡ് വഴിയെല്ലാം നമുക്ക് ഒരു വെയിൻസ് ഉപയോഗിക്കുന്ന പോലത്തെ ആ ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കുറേ എണ്ണം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെല്ലാം തണ്ടുകളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ പേപ്പർ ഇല്ലാത്തൊരു പത്ര പേപ്പർ വെച്ചിട്ട് കളർ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ വെള്ള പേപ്പറിലൊക്കെ കളർ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വലിയൊരു സ്റ്റിക്ക് വേണം. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ കുഞ്ഞ് സ്റ്റിക്കുകൾ വേണം കേട്ടോ. അപ്പോൾ കുഞ്ഞ് പേപ്പറാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലത്തെ കുഞ്ഞ് സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുക്കാം. ഒക്കെ പെട്ടെന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമുക്ക് അത് കാണുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്, പക്ഷേ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ വലിയൊരു സ്റ്റിക്കിലോട്ട് ഈ ചെറിയ സ്റ്റിക്കുകളെല്ലാം ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ അങ്ങോട്ട് പതിച്ച് വെച്ചിട്ട് ഈ ഒരു മലർത്തി വെക്കാന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ആ ഒരു രീതിയിൽ ചിരിച്ചും പൊളിച്ചും ഒക്കെ വെക്കാം കേട്ടോ. നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ ലീഫുകളും ഇതിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഫെവിക്വിക്കൊക്കെ ഉണ്ട് പെട്ടെന്നൊട്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഫെവിക്കോളാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക നമ്മുടെ ക്ലിപ്പുകളൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് വെച്ചാലും കുറച്ച് നേരം കഴിയുമ്പോൾ ഒട്ടിയിരുന്നോളും കേട്ടോ. ക്ലിപ്പൊക്കെ ഇങ്ങനെ പശ വെച്ചിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് സെറ്റായി ഇരുന്നോളും. അപ്പോൾ ഇതുണ്ടോ ഈ ഒരു രീതിയിൽ നമ്മുടെ പ്ലാന്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു പ്ലാന്റ് ഹോൾഡർ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറുതെ വെച്ചാൽ രസം ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഈ പ്ലാന്റൊക്കെ വെക്കുന്ന പ്ലാന്റ് ഹോൾഡറൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ചെറിയ ചിരട്ടയിൽ ഡിസൈൻ ചെയ്തിട്ടൊക്കെ ആണെങ്കിലും വെക്കാം കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് സെറ്റ് ചെയ്ത് അങ്ങനത്തെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. ഇതാകുമ്പോഴത്തേന് ഈസിയാണ്. പെയിൻറ്റൊക്കെ ചെയ്ത് എടുത്ത് പോയതുണ്ട്. ഈ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തപ്പോൾ നല്ലതാണ്. ഇനി നമുക്ക് വെയിറ്റ് ഇടാൻ വേണ്ടി ഞാൻ അതിനകത്തൊരു കല്ലിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് പേപ്പറും കൂടെ നിറച്ച് കൊടുക്കാം ഒരു വെയിറ്റിന് വേണ്ടിയിട്ട്, അത് പോകാണ്ടിരിക്കാൻ വേണ്ടി, ചെരിഞ്ഞ് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു തെർമോക്കോൾ എടുത്ത് വെച്ചിട്ട് ഇതിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു ചെടി നട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ.
അപ്പം കുറച്ച് പശയൊക്കെ തേച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്, അതിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.